ഫ്രൂട്ടി എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. രണ്ടാമത്തെ ഓഫ് കോഴ്സ് ഞങ്ങളെ ബ്രാൻഡ് നെയിം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് എൻ്റെ ഉപ്പാനാണ്. കാരണം ഇത് ഉപ്പാൻ്റെ ഡ്രീമായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഞാനതിൽ ജസ്റ്റ് ഒരു പങ്കാളി മാത്രമായിരുന്നു. ഫ്രൂട്ടി തുടങ്ങി 2018 ഫ്രൂട്ടി വരുന്നത്. ഫ്രൂട്ടി തുടങ്ങി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒപ്പം മരിച്ചു. ഒരുപാട് ക്രൈസിസുകൾ വന്നു. ഫ്രൂട്ടി അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ആ ക്രൈസിസിലൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പം അന്ന് തന്നിരുന്ന കുറേ മുന്നേ തന്നിരുന്ന പല അഡ്വൈസുകളാണ്. ഞാൻ ചെറുപ്പം മുതലേ നല്ല സംശയം ചോദിക്കലും ഒരുപാട് ക്വസ്റ്റ്യൻസും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളാണ്. എൻ്റെ ഉപ്പ അതിനൊക്കെ ഭയങ്കര എത്ര ടെൻഷനിലാണെങ്കിലും നാച്ചുറലി നല്ല രൂപത്തിൽ താല്പര്യത്തോടെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. കാറിലെ ഫ്രണ്ട് സീറ്റ് എന്തെങ്കിലും യാത്ര പോകുകയാണെങ്കിൽ ഉമ്മ ബാക്കോട്ട് ഇരുന്നാണ് എനിക്ക് ഒഴിഞ്ഞു തരും. കാരണം എനിക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാണ്ടല്ലോ വിചാരിച്ചുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങളെ പാരൻസ് മീറ്റിംഗ്, എൻ്റെ ഉപ്പ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളെ പാരൻസ് മീറ്റിങ്ങിന് തന്നെ. അത് 8ാം ക്ലാസ്സിൽ നിന്നാണ്. ഉപ്പാനെ കൊണ്ട് മീറ്റിങ്ങിന് പോകുന്നതിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. അങ്ങനെയാണ് ആലോചിച്ച് പിന്നെ ഒരു ഭാഗം ആലോചിക്കുമ്പോൾ കുറച്ചാണ് അക്കാദമിക് മൊത്തത്തിൽ മോശമാണ്. അതിങ്ങനെ ആലോചിക്കുമ്പം അന്ന് വരാൻ തയ്യാറായി. അപ്പം എനിക്ക് അതൊക്കെയായിരുന്നു ഒരു പേടിയുള്ളൊരു കാര്യം. 8ാം ക്ലാസ്സിലാണ് ഫസ്റ്റ് ടൈം ഇപ്പോൾ വരുന്നത്. അന്ന് ഇപ്പോൾ സാറോട് ചോദിച്ചു. സാറ് പറഞ്ഞു ഇങ്ങനെ ബാക്ക് ബാഡഡ് ആവാനുള്ള കാരണം എൻ്റെ സൗണ്ടിന് വൈകല്യം വന്ന ഒരാളാണ് ഞാൻ ചെറുപ്പത്തിൽ. പിന്നീട് തെറാപ്പി ഇത് റെഡിയൊക്കെയാണ്. ഈ സൗണ്ട് മോശമായതുകൊണ്ടായിരിക്കും അവന് പറയാനുള്ള മടി കൊണ്ട് ഇവൻ നല്ല സംശയം ചോദിക്കുന്ന ആളാണ്. അപ്പം ഇതിന് ഈ സൗണ്ട് കൊണ്ട് ഇങ്ങനെ ബാക്കോട്ട് പോകണമെന്ന്. അപ്പം മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ കാറിലേറ്റ് ഡയറക്റ്റ് ഇങ്ങോട്ട് കോഴിക്കോട് എന്നൊരു ഡോക്ടറെ കാണിച്ച് ഇപ്പം ഇങ്ങനെ ബാക്കിലിരിക്കുമ്പം ഡോക്ടർ എന്നോട് തെറാപ്പി ആണല്ലോ, അപ്പം വായിക്കാൻ പറയും. അപ്പം മലയാളം ന്യൂസ് പേപ്പർ തന്നെ. അപ്പോൾ ഞാൻ മലയാളം ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിക്കണേ. എല്ലാവരും പറഞ്ഞ ഒരു ക്ലീശ അടിച്ച്. അപ്പോൾ അയാൾ എനിക്ക് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും തന്നെ. പക്ഷേ ഞാൻ അതിലും എനിക്ക് വായിക്കാൻ പറ്റില്ല. തപ്പി പറഞ്ഞാണ്ട് വായിക്കണേ. എൻ്റെ പേടി അവിടെ മാനം കേട്ടോ വായിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നല്ല. കാരണം ബാക്കിൽ പഠിക്കുന്നുണ്ട് 8ാം ക്ലാസ്സിലുള്ള ഒരു മോന്, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന ഒരു മോന് ഇംഗ്ലീഷും അറിയില്ല മലയാളം വായിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവേണ്ട ഒരു അപ്പാൻ്റെ മാനസികാവസ്ഥ എന്തെങ്കിലും. ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ ഇങ്ങനെ തൊണ്ടയാട് ഫ്ലെയർ എത്തിയപ്പം എന്നോട് ചൂടാവേണ്ട ആള് അല്ലെങ്കിൽ എന്നോടൊന്നും പറയാതെ എന്നോട് ആ ഓടിക്കൊന്ന് വായിച്ചാറ് എന്നെ അങ്ങനെ വിളിക്കല്. അപ്പം അതെനിക്ക് വായിക്കാൻ കഴിയില്ല. അപ്പം ഞാനൊരു ക്ലീശ വീണ്ടും അടിച്ചത് ഇപ്പം സ്പീഡിൽ പോകണമെന്ന് വായിക്കാൻ കഴിയില്ല. അപ്പം എന്ത് ചെയ്ത് നടു റോട്ടിലാണ് വണ്ടിയാണ് നിർത്തി. എന്നിട്ട് ഇനി വായിക്കാറ്. അപ്പം ഞാനിങ്ങനെ പതുക്കെ തപ്പി പിടിച്ച് അന്ന് തൊട്ട് പഠിക്കണ അതുവരെ എന്നെ കൊണ്ടുപോയി ക്ഷമയോടെ ഓരോ കാര്യങ്ങളും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ന്യൂസ് പേപ്പേഴ്സ്, അതിൽ വാണിജ്യത്തിൻ്റെ ആ പേജ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ടിങ്ങനെ വായിപ്പിച്ച് അങ്ങനെ ഫ്ലുവൻ്റ് ആക്കി എടുത്താണ്. ഉപ്പാൻ്റെ അഡ്വൈസസും ഇപ്പോൾ തന്ന പല അറിവുകളും ഇന്ന് എനിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇന്ന് ജൂൺ 15 ഫാദേഴ്സ് ഡേ ആണ്. അപ്പം ഈ ഒരു ദിവസത്തിൽ എനിക്ക് ഉപ്പനെ പറ്റി അങ്ങനെ പറയണം തോന്നി. എനിക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഞാനൊരു ക്രൈസിസ് നേരിടുക അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ റീസൺ എൻ്റെ ഫാദറാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ.